ആഗോള അയ്യപ്പ സംഗമത്തിൽ സാമ്പത്തിക ക്രമക്കേടുകളെന്ന് ഓഡിറ്റ് റിപ്പോർട്ട്. ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ നിന്നും വ്യത്യസ്തമായി ദേവസ്വം ബോർഡിൽ നിന്നും ഫണ്ട് ചെലവിട്ടതായി രേഖകൾ. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണ പരിധിയിൽ ആഗോള അയ്യപ്പ സംഗമവും ഉൾക്കൊള്ളിക്കാൻ നീക്കം. തെരഞ്ഞെടുപ്പ് വിഷയമാകാതെ നോക്കാൻ കഠിന അധ്വാനവുമായി സംസ്ഥാന സർക്കാർ. സംസ്ഥാന സർക്കാരിന് തിരിച്ചടിയായി ആഗോള അയ്യപ്പ സംഗമം വീണ്ടും വാർത്തകളിൽ നിറയുന്നു. ദേവസ്വം ബോർഡിന്റെ ഫണ്ട് ഉപയോഗിക്കില്ലെന്നും ആഗോള സംഗമത്തിന്റെ ചെലവുകൾ സ്പോൺസറിംഗ് വഴി കണ്ടെത്തുമെന്നുമായിരുന്നു ഹൈക്കോടതിയിൽ സംഘാടകർ നൽകിയ സത്യവാങ്മൂലം. എന്നാൽ പുറത്തുവന്ന രേഖകൾ പ്രകാരം ദേവസ്വം ബോർഡിൽ നിന്നും കോടികൾ ചിലവഴിച്ചിട്ടുണ്ടെന്നാണ് വ്യക്തമാകുന്നത്. ആഗോള സംഗമത്തിന്റെ ചെലവുകൾ സ്പോൺസറിംഗ് വഴി കണ്ടെത്തുമെന്നായിരുന്നു ഹൈക്കോടതിയിൽ സംഘാടകർ നൽകിയ സത്യവാങ്മൂലം. എന്നാൽ പുറത്തുവന്ന രേഖകൾ പ്രകാരം ദേവസ്വം ബോർഡിൽ നിന്നും കോടികൾ ചെലവഴിച്ചിട്ടുണ്ടെന്നാണ് വ്യക്തമാകുന്നത്. ആഗോള അയ്യപ്പ സംഗമത്തിന്റെ സംഘാടനത്തിനെതിരെ പരാതി ഉയർന്നപ്പോൾ എല്ലാം സ്പോൺസർഷിപ്പ് വഴി നടക്കുമെന്നും ദേവസ്വം ഫണ്ട് ഉപയോഗിക്കില്ലെന്നുമായിരുന്നു ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തും ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവനും പറഞ്ഞിരുന്നത്. എന്നാൽ ഓഡിറ്റ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്ന വസ്തുതകൾ ഈ വിധത്തിലല്ല. അയ്യപ്പ സംഗമ സംഘാടനത്തിൽ 3.4 കോടി രൂപ കടമുണ്ടെന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. മൊത്തം 5 കോടി രൂപയാണ് ചെലവ് പ്രതീക്ഷിച്ചതെങ്കിലും സംഗമം കഴിഞ്ഞതോടെ ചെലവ് 8 കോടിയായി. വിചാരിച്ച വിധത്തിൽ സ്പോൺസറിംഗും ലഭിച്ചില്ല. തുടർന്നാണ് വിഷമതകൾ ഒഴിവാക്കാൻ താൽക്കാലിക ക്രമീകരണത്തിനായി 2 കോടി രൂപ അനുവദിക്കാൻ ദേവസ്വം കമ്മീഷണറോട് ബോർഡ് നിർദ്ദേശിച്ചത്. ആ തുക പിന്നീട് തിരിച്ചടയ്ക്കുമെന്നാണ് അറിയിച്ചതെങ്കിലും തിരിച്ചടച്ചിട്ടില്ലെന്നാണ് ഓഡിറ്റ് റിപ്പോർട്ടിൽ വ്യക്തമായത്. ഇതോടെയാണ് ആഗോള അയ്യപ്പ സംഗമ നടത്തിപ്പിനായി 1 രൂപ പോലും ദേവസ്വം ബോർഡ് ചെലവാക്കിയിട്ടില്ല എന്ന സർക്കാർ വാദം പൊളിയുന്നത്. സംഗമത്തിന്റെ മറവിൽ വൻ തുകകൾ വഴിമാറി ചെലവഴിച്ചതായും പലതിനും വ്യക്തമായ രേഖകൾ ഇല്ല എന്നും ഓഡിറ്റ് റിപ്പോർട്ടിൽ കണ്ടെത്തിയിട്ടുണ്ട്. സംഗമത്തിന്റെ ഭാഗമായി നടത്തിയ കലാപരിപാടികൾക്ക് 8 ലക്ഷം രൂപ ചെലവായതാണ് കണക്കുകൾ. എന്നാൽ 2 ലക്ഷം രൂപയുടെ വൗച്ചറുകൾ മാത്രമാണ് ഓഡിറ്റിംഗിനായി എത്തിയിട്ടുള്ളത്. ബാക്കി 6 ലക്ഷം രൂപ ആര് ചെലവാക്കി, എന്തിനു വേണ്ടി ചെലവഴിച്ചു എന്നത് ദുരൂഹമായി തുടരുകയാണ്. കലാപരിപാടികളുടെ പേരിൽ വൻ വെട്ടിപ്പ് നടന്നതായി നേരത്തെ തന്നെ ആരോപണമുയർന്നിരുന്നു. അതെല്ലാം ശരിവെക്കുന്ന കണ്ടെത്തലുകളാണ് ഓഡിറ്റ് റിപ്പോർട്ടിലും ഉണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ താമസ സൗകര്യത്തിനായി റൂമുകൾ ബുക്ക് ചെയ്തതിലും വ്യാപക ക്രമക്കേടുകൾ നടന്നതായും കണ്ടെത്തിയിട്ടുണ്ട്. ആഗോള അയ്യപ്പ സംഗമത്തിന്റെ കോൺട്രാക്ട് നൽകിയിരുന്നത് ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിക്കായിരുന്നു. ഊരാളുങ്കൽ സൊസൈറ്റിക്ക് കീഴിലുള്ള ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് കൺസ്ട്രക്ഷൻസിനാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയത്. എന്നാൽ ഈ കരാർ നൽകിയത് ടെൻഡർ നടപടികൾ നടത്താതെയാണെന്നും ഓഡിറ്റ് റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ള സംബന്ധിച്ച് അന്വേഷണം നടത്തുന്ന SITയുടെ അന്വേഷണത്തിൽ ആഗോള അയ്യപ്പ സംഗമ നടത്തിപ്പിൽ വൻ വീഴ്ചകൾ സംഭവിച്ചതായി കണ്ടെത്തിയിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് ഹൈക്കോടതിയിൽ SIT നൽകിയ റിപ്പോർട്ടിൽ ആഗോള അയ്യപ്പ സംഗമ നടത്തിപ്പിനെക്കുറിച്ച് പരാമർശങ്ങൾ ഉള്ളതായാണ് വിവരം. വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ UDFും BJPയും ഈ സംഭവ വികാസങ്ങൾ തെരഞ്ഞെടുപ്പ് ആയുധമാക്കി മാറ്റുമെന്നത് ഉറപ്പാണ്. ഭക്തർ ദേവസ്വത്തിന് നൽകിയ പണമെടുത്താണ് ആഗോള സംഗമത്തിന് ചിലവിട്ടത് എന്ന് വ്യക്തമായാൽ ഇടത് ആഭിമുഖ്യമുള്ള ഹൈന്ദവ വിശ്വാസികളുടെ പിന്തുണ പോലും നഷ്ടമാകുമെന്ന കണക്കുകൂട്ടലിലാണ് CPM നേതൃത്വം. അതുകൊണ്ട് തന്നെ ശക്തരായ സ്പോൺസർമാരെ കണ്ടെത്തി ദേവസ്വം ബോർഡിന് ചെലവായ പണം തിരിച്ചടയ്ക്കാനുള്ള കഠിനാധ്വാനത്തിലാണ് CPM നേതൃത്വം ഇപ്പോൾ.